വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃപരിശോധിക്കണമെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ. മുസ്ലിം സംഘടനകളുടേത് ന്യായമായ ആവശ്യമാണ്. പൗരത്വ നിയമത്തിനെതിരെ രാജ്യത്ത് ഏറ്റവും അധികം പ്രക്ഷോഭം നടത്തിയത് കോൺഗ്രസാണ്. എന്നാൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത്. വോട്ട് കിട്ടാനുള്ള CPMന്റെ അടവ് നയമാണ് കോൺഗ്രസിനെതിരായ ഈ പ്രചാരണം. ഈ അടവ് നയം ന്യൂനപക്ഷത്തിന് മുന്നിൽ വിലപ്പോകില്ലെന്നും MK രാഘവൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കനത്ത ചൂടാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ചൂട് വർദ്ധിക്കുകയാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. പ്രധാനമായും ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെ പറഞ്ഞാണ് തങ്ങളുടെ പ്രചരണം. പ്രത്യേകിച്ച് അതിനെ CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ കോൺഗ്രസിന് എതിരായ ആയുധമാക്കി മാറ്റുന്നുണ്ട്. ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിലും സഭക്കകത്ത് ലോക്സഭയിലും ഏറ്റവും പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. സഭക്കകത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആകെ 3 പേരേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ, ആരിഫ് മാത്രമേ ഉള്ളൂ. അവിടെ അമിത്ഷാ പ്രസംഗം ആരംഭിച്ച മുതൽ, ബില്ല് അവതരിപ്പിക്കാൻ തുടങ്ങിയ സമയം മുതൽ നിരന്തരമായി ബഹളമുണ്ടാക്കിയവർ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എങ്ങനെ ഇത് പറഞ്ഞു എനിക്കറിയില്ല. മുഖ്യമന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് റോളാണ് അതിലുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് പിടിക്കാനുള്ള മാർഗമായി സ്വീകരിക്കുന്നല്ലാതെ വേറെ എന്ത് വർക്ക് ചെയ്യാൻ പറ്റും? അത് ഒരിക്കലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ, മതന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ വിലപ്പോകുന്ന കാര്യമല്ല. അവർക്ക് കൃത്യമായി എല്ലാം അറിയാം. ദേശീയ രാഷ്ട്രീയത്തിൽ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവരാരാണെന്ന് അവർക്കറിയാം. അത് കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഇതൊക്കെ ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായി കാണേണ്ടി വരും, വോട്ട് പിടിക്കാൻ വേണ്ടി. വേറൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ ചൂട് വർദ്ധിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയുണ്ട്? അല്ല, തെരഞ്ഞെടുപ്പ് ചൂടും വന്നു, വെയിലിൻ്റെ ചൂടും കൂടി. രണ്ടിനും നേരിട്ടുകൊണ്ട് പോവാണ്. ഈ 2 ചൂടിലും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണ്. അതിനെതിരെ മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് സമസ്തയും മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വന്നു. വെള്ളിയാഴ്ച എന്നുള്ളത് മാറ്റണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. താങ്കളുടെ ഒരു ആവശ്യം? അല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണം. കാരണം ഒരു മതത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അത് കേരളത്തിലെ മുസ്ലിം സംഘങ്ങൾ ആവശ്യപ്പെട്ട ന്യായമായ കാര്യമാണ്. അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഏപ്രിൽ 26 വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന മുസ്ലിം സംഘടനകളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണം. ഒപ്പം പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച കാര്യത്തിൽ CPM ഇപ്പോൾ വോട്ടിന് വേണ്ടിയുള്ള അടവ് നയമാണ് സ്വീകരിക്കുന്നതെന്നും MK രാഘവൻ പറയുന്നു. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. പാർട്ടിയുമായുള്ള പടലപ്പിണക്കം അവസാനിപ്പിച്ച് ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. മൂന്നാറിൽ LDF ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തു. മുതിർന്ന നേതാക്കൾ S രാജേന്ദ്രനുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിസ്സഹകരണം അവസാനിപ്പിക്കാനുള്ള തീരുമാനം. MM മണിക്ക് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമാണ് രാജേന്ദ്രൻ വേദിയിലെത്തിയത്. രാജേന്ദ്രൻ പാർട്ടി അംഗത്വം പുതുക്കുമെന്നാണ് സൂചന. പാർട്ടിക്ക് പോറലുണ്ടാക്കുന്ന രീതിയിൽ താൻ പ്രവർത്തിക്കില്ലെന്നും തെരഞ്ഞെടുപ്പിലും ആ സമീപനം തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു.